റിസർമി.ന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളുടെ ഈ ഒരു ചാനൽ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഒരുപാട് റിസോർട്ടുകളുടെ റിവ്യൂസ് കൊടുത്തിരിക്കുന്നത് കാണാം. ഈ റിസോർട്ടുകളെല്ലാം തന്നെ ഞങ്ങൾ നേരിട്ട് കാണുകയും അവിടെയുള്ള എല്ലാ സർവീസുകളും കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു റിസോർട്ടും ധൈര്യമായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. റിസോർട്ട് ബുക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഫാമിലിയിലേക്ക് ഈ ചാനലൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല റിവ്യൂസ് നിങ്ങൾക്ക് സ്പോട്ടിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വടുവഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 3.5 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന പ്രോപ്പർട്ടിയിൽ എത്താൻ സാധിക്കും. നമുക്ക് ഈ ഒരു റിസോർട്ടിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ അറ്റ് എ ടൈം 20 മെമ്പേഴ്സിന് വരെ വളരെ കംഫർട്ടബിളായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കും. ടോട്ടൽ 6 റൂമുകളാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നത്. അതിൽ തന്നെ ഏകദേശം 20 മെമ്പേഴ്സിന് അറ്റ് എ ടൈം ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ സ്റ്റേ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയിലാണ്. ട്രാവലറൊക്കെ വരുവാണെങ്കിൽ കംഫർട്ടബിളായിട്ട് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ ക്യാമറയിൽ കണ്ടാൽ മനസ്സിലാവുന്നതായിരിക്കും. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടുത്തെ റിസപ്ഷനോട് ചേർന്നിട്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 20 മെമ്പേഴ്സിന് അറ്റ് എ ടൈം ഇരുന്ന് ഫുഡ് കഴിക്കാൻ കഴിയുന്ന ഒരു സിറ്റിംഗ് കപ്പാസിറ്റിയുള്ള റെസ്റ്റോറൻ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുറമെ ഡിന്നർ വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ നിന്ന് നിങ്ങൾക്ക് അഡീഷണൽ എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. എപ്പോഴും ഇവിടെ ഒരു കുക്ക് ഉണ്ടാവും. മറ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബൊഫേ ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഇതേപോലെ ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് കാണാം. നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇവിടെ ഇരുന്ന് ചില്ലായിട്ട് ഇരിക്കാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ഇൻഫിനിറ്റി ടൈപ്പ് പൂള്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പൂളാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയും വരുന്നുണ്ട്. പിന്നെ പൂളിലേക്ക് ഇറങ്ങുമ്പോഴുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. കളർ ഇളകുന്ന ഡ്രസ്സുകൾ ഇടാതിരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ ക്ലോറിൻ ചെയ്തിരിക്കുന്ന വാട്ടർ ആയതുകൊണ്ട് സ്കിൻ അലർജി ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഡൈവ് ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം. കാരണം തലയൊക്കെ ഇടിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു ബാത്തിങ് നിർബന്ധമായിട്ട് കഴിയണം. അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള വേർപ്പും പൊടിയൊക്കെ ഇതിൽ മിക്സ് ആവും. മറ്റ് ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവർക്കും അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പൂളിലേക്ക് ഇറങ്ങുന്ന സൈഡിൽ ഇതുപോലുള്ള ഡെക്കറേഷനൊക്കെ കൊടുത്ത് അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കോട്ടേജിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇരിക്കാനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന് ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ഫ്രണ്ട് സൈഡിലുള്ള ആ ഒരു മൗണ്ടൻ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് വ്യൂ എപ്പോഴാണെന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്നത് ഈവനിങ് ടൈമിലാണ്. സൺസെറ്റൊക്കെ അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുട്ടികൾക്കുള്ളൊരു പ്ലേ ഗ്രൗണ്ട് ഏരിയ ആണ്. പക്ഷേ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെയായിട്ടൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് കാണാം. നല്ലൊരു കുഞ്ഞു മരവും ആ കുഞ്ഞു മരത്തിന് ചേർന്നിട്ട് തന്നെ നല്ലൊരു തറയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല തണലും അതേപോലെ തന്നെ തണുത്ത കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു ഏരിയ ആണ്. പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സ്വിങ്ങും കൊടുത്തിട്ടുണ്ട്. കപ്പിൾസിനൊക്കെ പറ്റിയ ഏരിയ ആണ് കേട്ടോ. അടിപൊളി. ഈ കാണുന്ന ഗ്രീൻ ലോൺ ഏരിയയിൽ തന്നെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ബാർബിക്യൂ ഏരിയ. ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആക്ടിവിറ്റീസാണ് കുട്ടികൾക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടികളായിട്ട് വരുന്നവർക്ക് അവരുടെ കാര്യം ഓർത്തിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ഭാഗത്ത് സിറ്റിംഗ് അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചെയർസൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് ഇവിടെയൊക്കെ വന്നിരുന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ സാധിക്കും കേട്ടോ. ഇനി നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള ടർഫിലേക്ക് പോവാം. അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് കണ്ടിട്ട് വരാം. പിന്നെ ഇവിടുത്തെ പരിസരം മുഴുവനും അവർ വളരെ ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്തും അത് അതേപോലെ തന്നെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ഇവിടുത്തെ ആക്ടിവിറ്റി സെൻ്ററായിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ബാഡ്മിൻ്റനും അതേപോലെ തന്നെ ടേബിൾ ടെന്നീസ്, ചെസ്സ്, ക്യാരംസ് തുടങ്ങിയിട്ടുള്ള ഗെയിംസിലൊക്കെ ഏർപ്പെടാം. മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വെയിലൊക്കെ ഉണ്ടെങ്കിലും തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ ആയതുകൊണ്ട് നല്ല തണലത്ത് തന്നെ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കാം. ഇതൊന്നും കൂടാതെ നിങ്ങൾക്കിനിയൊരു എന്തെങ്കിലും മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ ചെറിയ പ്രോഗ്രാമുകളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതൊന്നും കൂടാതെ തന്നെ സൈക്ലിങ്ങും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ചേർത്ത് ഇത്രയും ആക്ടിവിറ്റീസാണ് ഇവിടെ മൊത്തത്തിൽ വരുന്നത്. ഇനി നമുക്കിവിടെ കാണാനുള്ളത് റൂംസാണ്. ഒറ്റ കാറ്റഗറി റൂംസേ വരുന്നുള്ളൂ. ടോട്ടൽ 6 റൂമുകൾ. എല്ലാം തന്നെ ഒരേ സ്ട്രക്ചറിൽ വരുന്ന റൂം ആയതുകൊണ്ട് ഒരു റൂം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ഫാമിലിക്കാണെങ്കിലും കപ്പിൾസിനാണെങ്കിലും ബാച്ചിലേഴ്സിനാണെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നേരെ റൂമിലേക്ക് പോകാം.